ചാച്ചാ ഞങ്ങൾ വീട്ടിൽ പോവാണ്. മൂടി പൊക്കി കൊടുത്താൽ മതിയെ. ഓക്കെ, ഇങ്ങനെ വെക്കണമല്ലോ. അങ്ങനെ വെക്കുന്നതിലാണ് കാര്യം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെല്ലാവരും റെഡി ആവാനൊക്കെ പോവാണ്. രാവിലെ തന്നെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബക്രീദും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നെ ഒരുക്കാൻ ഇപ്പോൾ ഒരാൾ വരും. ആൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ആനന്ദിപ്പോൾ പോവും. പിന്നെ അവർ വന്നിട്ട് വേണം ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനും. അപ്പോൾ ബാക്കി അവിടെ കാണാം. അപ്പോൾ ആനന്ദ് റെഡിയാവാൻ പോയിട്ടുണ്ട്. അവൻ ജാജീസിലാണ് പോയേക്കുന്നത്. അപ്പോൾ എന്നെ ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ എന്നെ ഒരുക്കാൻ വന്നത് 2 കുട്ടികളായിരുന്നു. അവർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഫെസ മേക്ക് ഓവർ എന്നാണ് അവരുടെ പേജിൻ്റെ പേര്. അപ്പോൾ അവർ പാർലറായിട്ടൊന്നുമില്ല, അവർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അവർ കരുനാഗപ്പള്ളി ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നായാലും ഇപ്പോൾ തേവലക്കര കരുനാഗപ്പള്ളി അടുത്തടുത്തായതുകൊണ്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ആ സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവർ വീട്ടിൽ വന്ന് ചെയ്തു തരും കേട്ടോ. അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചി എന്ന് പറയുന്നത് പോലെ എന്നെ അവരൊരുക്കുമ്പോൾ അപ്പുറത്ത് അവിടെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ ശരിക്കും ഇവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി കുറച്ച് താമസിച്ചു പോയി. അവർ വരാൻ ലേറ്റ് ആയിപ്പോയി കുറച്ച്, കാരണം മഴ ആയതുകൊണ്ടേ. അപ്പോൾ അത് സാരമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ റെഡിയായി വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് എൻ്റെ അനിയൻ, എൻ്റെ ആനന്ദ് ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഞാൻ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. കണ്ടോ, അവൻ അവിടെ കൊടുക്കുന്നു. എൻ്റെ ഫോട്ടോഷൂട്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ്റെ ചടങ്ങുകളൊക്കെ ആ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ദക്ഷിണ തരുന്ന ചടങ്ങായിരുന്നു. കാരണം എനിക്ക് എൻ്റെ വീഡിയോ പോലും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതിനിടയ്ക്കാണ് ഞാൻ ദക്ഷിണയൊക്കെ കൊടുക്കാൻ പോയത്. അത് ആലോചിക്കണം. ഇനി അങ്ങോട്ട് ദക്ഷിണ കൊടുപ്പും പിന്നെ ഞങ്ങളുടെ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ കേട്ടോ. അങ്ങനെ വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ കൈ പിടിച്ച് ഇറങ്ങണം എന്ന് ഫോട്ടോഗ്രാഫർ പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ കാറിൽ തന്നെയാണ് പോയത്. അപ്പം ഞങ്ങൾ 5 പേര് ഈ ഒരു കാറിൽ വന്നു. ബാക്കി എല്ലാവരും ട്രാവലർ, ബസ്, കാറിലൊക്കെ ആയിട്ട് വരും. ഞാൻ, ആനന്ദ്, നന്ദു, അമ്പു, പിന്നെ അമ്മുമ്മ, ഇത്രയും പേരായിരുന്നു ഈ കാറിലുണ്ടായിരുന്നത്. പറഞ്ഞു കൊടുക്ക താലി കെട്ടുന്നത്. സോറി, എനിക്ക് ശീലമില്ല ഗൈസ്. ഞാൻ പഠിക്കണം. ഇത് ഇന്ന് പഠിക്കുക. ലക്ഷ്മി മൂടി പൊക്കി കൊടുത്താൽ മതിയെ. ഓക്കെ, എല്ലാം നീ കെട്ടിക്കോണം കേട്ടോ. 6 കെട്ടു. 6 സോറി. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണമല്ലോ. അങ്ങനെ വെക്കുന്നതിലാണ് കാര്യം. അതല്ലെങ്കിൽ ഇവരുടെ വെഡിങ് റീൽ എടുത്ത് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേര് ബസ്സിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബസ്സിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ മണ്ഡപത്തിലെത്തി, അമ്പലത്തിലെത്തി. അപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ വരും. ആ ഒരു ചടങ്ങാണ് ഈ കാണുന്നതൊക്കെ.
പട്ടാഴി ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് കല്യാണവും എൻഗേജ്മെൻറ്റും അവിടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുടവ ഒക്കെ കൊടുക്കുന്നതിൻ്റെ പെട്ടിയൊക്കെ എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാനത് കൊണ്ടുപോയി അഹല്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് റൂമിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അഹല്യയൊക്കെ കണ്ടു. അപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ സ്റ്റേജിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത ബന്ധുക്കളെല്ലാവരും കൂടെ പെണ്ണ് വീട്ടിലെയും ചെക്കൻ വീട്ടിലെയും ബന്ധുക്കൾ, അതായത് റിലേറ്റീവ്സ്, അടുത്ത റിലേറ്റീവ്സ് എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി നിൽക്കണം. എന്നിട്ടാണല്ലോ ബാക്കി ചടങ്ങുകളൊക്കെ നടക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ആനന്ദ നേരത്തെ വന്ന് എല്ലാം സെറ്റായി ഇരിപ്പുണ്ട്. അവൻ്റെ ഫ്രണ്ട്സാണ് പുറകിലൊക്കെ ഇരിക്കുന്നത്, +2 പഠിച്ചതും കോളേജിൽ പഠിച്ചതും ഒക്കെ. അപ്പോൾ ഇനി മൊത്തം ചടങ്ങാണ്, അതൊക്കെ ഇരുന്ന് കണ്ടിട്ട് വാട്ടോ. पवनज स्तुति पात्र पावनज
रवि सोमवरनेत्र रमणीय गात्र सीता कल्याण वैभोग में रामा कल्याण वैभोग में भक्तजन परिपाल भरित शरजाल भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोग में रामा कल्याण वैभोग में परमेशनुत गीत भव जलधि पोत परमेशनुत गीत भव जलधि पोत तरणि कुल संजात त्यागराजनुत सीता कल्याण वैभोग में रामा कल्याण वैभोग में वैभोग में वैभोग में
ജ്വലിക്ക കോലം എഴുതി മംഗള വാഴ്ത്ത് சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്ന സെഷനാണ്. ഇപ്പോൾ എല്ലാം കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മളുടെ ഹിന്ദു വെഡ്ഡിങ്ങിലുള്ള ചടങ്ങുകൾ. അപ്പോൾ ഇനി ഫോട്ടോ സെഷനാണ്. റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇനി മൊത്തവും. അപ്പോൾ അതൊന്നും ഞാൻ അത്രയൊന്നും എടുത്തില്ല, ഇത് ആനന്ദിൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഉള്ളൂ ഇനി കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഫോട്ടോ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ കൊണ്ടുവന്നവർ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് അവൻ്റെ ഫ്രണ്ടാണ് നിധി. അപ്പോൾ അത് നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് കിട്ടിയ ഗിഫ്റ്റിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു അത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയും ഋതുവും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും കണ്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്, സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. ഈ വീഡിയോ പിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഹല്യക്ക് നല്ല ടെൻഷനുണ്ട്. ഫുഡൊക്കെ കസിനാണത് നല്ല ഞെരടിയൊക്കെ കൊടുക്കുന്നു. അപ്പം എന്ത് ടെൻഷൻ, ഈ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ടെൻഷനാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം തേർഡ് സാരി, അതായത് നമ്മുടെ പുടവ കൊടുത്ത് ഇറങ്ങാനായിട്ട് ഇനി പോവാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം അഹല്യയുടെ അമ്മയുടെ ഫാമിലിയാണ് ആ കാണുന്നത് മൊത്തം. അപ്പോൾ അവരെല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സെഷനായിരുന്നു അത്. അപ്പോൾ അമ്പുവിന് ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വിഷമം അങ്ങ് തീർത്തു. അവർ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാളൂടെ ഉണ്ടല്ലോ, ഗായത്രി, അവൾക്ക് വരാൻ പറ്റിയില്ല. അവൾക്കൊരു എക്സാം ഉണ്ടായതുകൊണ്ട് അവൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കല്യാണത്തിന്. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ പോവാണ് കേട്ടോ, വീട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പരിപാടിയാണ് ഇനി മൊത്തം. യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അഹല്യ എല്ലാവർക്കും, അതായത് റിലേറ്റീവ്സ് പിന്നെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ നമുക്കൊരു 4 മണിക്ക് മുന്നേ വീട്ടിലെത്തണം. ഇപ്പോൾ ഒരു 2-2:30 ആയി കാണും. അപ്പോൾ 1 മണിക്കൂർ യാത്രയുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നേരത്തെ ഇറങ്ങിയേ പറ്റുള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോവാണ്. അങ്ങനെ കൈലാസ് പറഞ്ഞ പോലെ അവൻ്റെ ദാമ്പത്യ ജീവിതം ഭദ്രമായി. അപ്പം ഇനി എനിക്ക് ഒരാളൂടെ ആയി. ഇനി യൂട്യൂബിൽ ഒരാളും കൂടെ ഉണ്ട് അല്ലേ, ബന്ധു മാത്രമല്ല. അങ്ങനെ നമ്മൾ തേർഡ് സാരിയിൽ ഫോട്ടോസൊന്നും അധികം എടുത്തതേ ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്ത് തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെയാണ്. എൻ്റെ ബ്ലോഗൊക്കെ കണ്ടവർ, അതായത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇവിടെ ആയിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത്, തെക്കൻ ഗുരുവായൂർ ക്ഷേത്രം.
അപ്പോൾ അമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളക്ക് കൊടുത്ത് കയറ്റുന്ന ചടങ്ങ് അമ്മയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളുമായിട്ട് നേരത്തെ പോയി. അപ്പോൾ അമ്മയും വീട്ടിൽ നിന്നും എല്ലാവരും, അച്ഛനും എല്ലാവരും വിളിക്കുകയാണ് വരാൻ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഫോട്ടോസ് കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ. അത്രയും നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്ക് കൊടുത്ത് കയറ്റുന്ന ചടങ്ങാണിത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി, 4 പേരും റെഡിയായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണ് ഇത്. ഞാൻ വിചാരിച്ചു എന്തിനാണ് അത് വെറുതെ ഇരിക്കുകയാണ്, ഇനി ഒരിടത്തും ഇടാനും പോകുന്നില്ല, അപ്പോൾ ഇതിനിടാന്ന് കരുതി, വെറുതെ ക്യാഷും കളയണ്ടാന്ന് കരുതി ഇതിൽ തന്നെ യൂസ് ചെയ്തു. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ആരും ചെയ്യാറുമില്ല. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ്, ഡെക്കറും കാര്യങ്ങളുമാണ് ഇതൊക്കെ. അപ്പം അഹല്യയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ആകെ ടയേർഡായിരുന്നു കേട്ടോ ഈവനിങ് ആയപ്പോഴത്തേക്കും. പിന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാനൊരു മൂഡേ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ മേളിൽ സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പോൾ താഴെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുഡ് കഴിക്കേണ്ടവരൊക്കെ താഴെ പോയി. അപ്പോൾ മേളിൽ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇരുന്നായതുകൊണ്ട് അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട്സ് കൈലാസ്, അഭിഷിത്ത്, ഭരത്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അവൻ്റെ സ്കൂൾ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഡെക്കർ ചെയ്തതാണിത്. നല്ലതുപോലെ ചെയ്ത് എനിക്കത് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അവരെ വിളിച്ചാൽ മതി. അങ്ങനെ നമ്മൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ ഇതായിരുന്നു ആനന്ദിൻ്റെ അഹല്യയുടെ വെഡ്ഡിങ് വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഞങ്ങളുടെ എല്ലാവരുടെയും വക ബൈ ബൈ.